നമുക്കിന്ന് ഒരു നാടൻ അയില മുളകിട്ടതുണ്ടാക്കാം. അതിൻ്റെ കൂടെ കപ്പ കുഴച്ചതും. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവായും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുടംപുളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുടംപുളിയും കൂടെ ചേർത്ത് വഴറ്റുമ്പോൾ ആ പുളി നന്നായിട്ട് ഇറങ്ങുകയും കറിക്ക് നല്ലൊരു സ്വാദും കിട്ടുന്നതാണ്. അപ്പോൾ കുടംപുളിയും കൂടെ ചേർത്ത് വഴറ്റുക. കുടംപുളിയൊക്കെ ഇട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇനി അരിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലും ഇതേക്കൂട്ട് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് ഒന്ന് ഉടയണം. അതുവരെ നമ്മൾ ഇതേ കൂട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോഴാണെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ നമ്മൾ കുടംപുളി കുതിർത്ത് വെച്ചിരുന്ന വെള്ളവും കൂടി ഉണ്ട്. ആ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന അയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ ആദ്യമേ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ആ പോരായ്മയുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചട്ടി ഇതേ കൂട്ട് കറക്കി കൊടുക്കുക. അതല്ലാണ്ട് ഇതിനകത്തേക്ക് തവിയോ കയ്യിലോ ഒന്നും ഇളക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ മോഡിലാക്കി പതുക്കെ ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ അയിലക്കറിയാണിത്. അപ്പം അയില മീനാണെങ്കിലും എന്ത് മീനാണെങ്കിലും നമ്മൾ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, കഴിയുമെങ്കിൽ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപാര ടേസ്റ്റ് ആയിരിക്കും. മീൻ മുളക് കറിയൊക്കെ വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഉപ്പും പുളിയും നല്ലവണ്ണം പിടിക്കും. അത് കൂടാണ്ട് നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കുറുകും.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കായപ്പൊടി ചേർക്കുമ്പോൾ അത് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമ്മൾ ഇതേക്കൂട്ട് മീൻ മുളകിട്ടതൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കുക. മീൻകറിയുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഒരു ചെറിയ തിള അതിനകത്ത് നിൽപ്പുണ്ട്, അത് മൺചട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഏത് മീൻകറിയുടെയും ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അയില മുളകിട്ടതിൻ്റെ കൂടെ കഴിക്കാനുള്ള കപ്പ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് കപ്പ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് കപ്പയുടെ മേളിലായിട്ട് വെള്ളവും ഒഴിച്ച്, എൻ്റെ ഈ കുക്കറിനൊക്കെ ഒറ്റ വിസിൽ മതി, അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വേവ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം.